ഒക്കെ അവർ നൽകി. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാകെ വികലമായി പോയതായിട്ടാണ് നാം മനസ്സിലാക്കിയത്. അവര് നേർച്ചകൾ നേരുമ്പോൾ ഇത് അള്ളാഹുവിന് എന്ന് പറയും. അതേ സമയത്ത് അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അവരുടെ കുലദൈവത്തിന് എന്ന് പറയും. ഇങ്ങനെ മൊത്തത്തിൽ അനീതി നിറഞ്ഞ ഒരു ജീവിത ശൈലിയാണ് അവർ സ്വീകരിച്ചത്. പിന്നെ അവർ ചെയ്ത വലിയൊരു അബദ്ധം എന്തായിരുന്നു? അവര് ഹലാൽ ഹറാമുകൾ സ്വയം തീരുമാനിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ 4 കാര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ടല്ലോ. ആ 4-നപ്പുറം അവർക്ക് തോന്നുന്ന പലതും അവർ നിഷിദ്ധമാക്കി. അല്ലാഹു തആല അടിസ്ഥാനപരമായിട്ട് നിഷിദ്ധമാക്കിയത് എന്തൊക്കെയായിരുന്നു? ഒന്ന് ശവമാണ്, മറ്റൊന്ന് ഒഴുക്കപ്പെട്ട രക്തമാണ്, പിന്നെ പന്നിമാംസമാണ്, പിന്നെ ദൈവനാമത്തിൽ അല്ലാതെ അറുക്കപ്പെട്ടവയാണ്. എന്നാൽ അവരെന്ത് ചെയ്തു? അവർ സ്വയം പലതും തീരുമാനിച്ചു കളഞ്ഞു. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ലാതിരുന്നത് അവർ നിയമമാക്കി. ഒട്ടകമാംസം യാക്കൂബ് അലൈഹി ഇസ്ലാമിന് ഇഷ്ടമല്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ ഒട്ടകം കഴിക്കില്ല എന്ന് തീരുമാനിക്കുകയാണ്. മുയൽ ഇഷ്ടമല്ലായിരുന്നു, കൊഴുപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർ ചെയ്തപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഇനി ഒരു കാരണവശാലും നിങ്ങളത് കഴിച്ചു പോകരുത്. അങ്ങനെ അവർക്ക് അതൊരു ശിക്ഷയായിട്ട് മാറി എന്നുള്ളതാണ്. എല്ലാറ്റിനും അപ്പുറം അവരെന്താ ചെയ്തത്? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്ക്, ബഹുദൈവവാദം, അതിന് അള്ളാഹുവെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. എങ്ങനെ? അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആകാൻ പറ്റോ? ഈ ലോകത്ത് എന്ത് സംഭവിക്കണമെങ്കിൽ അള്ളാഹു തീരുമാനിക്കണ്ടേ? അപ്പൊ ഞങ്ങൾ മുശ്രിക്കാവണം എന്നത് അള്ളാഹു തീരുമാനിച്ചതായിരിക്കും, അള്ളാഹുവിനും അത് ഇഷ്ടമായിരിക്കും എന്ന രൂപത്തില് അവരതിന് വ്യാഖ്യാനിച്ചു. ലൗ ഷാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ഞങ്ങളും ചെയ്യുമായിരുന്നില്ല, ഞങ്ങൾ ഒന്നും നിഷിദ്ധമാക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു എന്ത് പറഞ്ഞു? ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജുഹു ലനാ. നിങ്ങളുടെ പക്കല് അതുമായി ബന്ധപ്പെട്ട് വല്ല അറിവുണ്ടോ? അങ്ങനെ അള്ളാഹു തആല നിങ്ങളോട്, നിങ്ങൾ ശിർക്ക് ചെയ്തോളും, നിങ്ങളുടെ കുലദൈവങ്ങളൊക്കെ എൻ്റെ പാർട്ട്ണർമാരാണ്, എൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്, അതുകൊണ്ട് ഞാൻ അവർക്ക് പല അധികാരങ്ങളും വിഭജിച്ച് നൽകിയിട്ടുണ്ട് എന്നെങ്ങാൻ അള്ളാഹു പറഞ്ഞോ? ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവാ എന്നാണ് പറഞ്ഞത്, അല്ലെ? ഒടുവിലായിട്ട് പറഞ്ഞു, ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ. യഥാർത്ഥത്തില് കുറിക്കുകൊള്ളുന്ന ന്യായങ്ങൾ അള്ളാഹുവിൻ്റെതാണ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേവലം ഊഹാപോഹങ്ങളാണ്, സ്വപ്നത്തിൽ എഴുന്നേറ്റ് വന്ന് പറയും പോലെയാണ്. അതിനാൽ ദൈവികമായ തെളിവുകളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് 149 പറഞ്ഞത്. ഇനി 150 അള്ളാഹു തആല അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ചില കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. താങ്കൾ അവരോട് പറയും എന്ന് ഉണർത്തിക്കൊണ്ട്, ഖുൽ, പ്രവാചക പറയൂ, ഹലുമ്മ ശുഹദാഅക്കും. ഹലുമ്മ എന്നത് ഒരു പ്രയോഗമാണ്, അറബി ഭാഷയിൽ ഒരു ശൈലിയാണ്. കൊണ്ടുവരൂ, ഹാജരാക്കൂ, വാ എന്നൊക്കെ പറയും പോലെ കൊണ്ടുവാ എന്ന് പെട്ടെന്ന് ഒരു ശൈലി രൂപത്തിൽ പറയുന്ന ഒരു വാക്കായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. ഹലുമ്മ ശുഹദാഅക്കും, നിങ്ങൾക്കുള്ള സാക്ഷികളെ ഹാജരാക്കൂ. നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ, നിങ്ങളുടെ ശിർക്ക് അള്ളാഹുവിനും ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഈ ചെയ്ത അതിക്രമങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുവാ. നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കൂ. അല്ലദീന യഷ്ഹദൂൻ, അവർ സാക്ഷ്യപ്പെടുത്തണം, അന്നല്ലാഹ ഹറമ ഹാദ, അന്ന നിശ്ചയം, അല്ലാഹു തആല ഹറമ ഹാദ, നിങ്ങൾ ഈ നിരോധിച്ച വിഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹു നിരോധിച്ചതാണ് എന്ന നിലയ്ക്ക് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്നാ പറഞ്ഞത്. ഫഇൻ ഷഹിദു, അങ്ങനെ അവര് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ, ആരെങ്കിലും വന്നിട്ട് ഇതാ അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയാല്, ഫലാ തശ്ഹദ് മഅഹും, അള്ളാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കൾ അവരുടെ കൂടെ സാക്ഷിയാകരുത്. ഫലാ തശ്ഹദ്,
താങ്കൾ സാക്ഷി ആകരുത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് മഅഹും, അവരുടെ കൂടെ. എന്താ കാരണം? അവര് അങ്ങനെ ഒരു സാക്ഷിയെ സത്യസന്ധമായിട്ട് ആർക്കും ഹാജരാക്കാൻ കഴിയില്ല. പിന്നെ കള്ളസാക്ഷിയെ ഹാജരാക്കുമല്ലോ, അല്ലെ? കോടതിയുടെ പരിസരത്തൊക്കെ ഉണ്ടാവും. എനിക്ക് സാക്ഷി നിന്ന് തരുമോ എന്ന് ചോദിച്ചാല് 1000 രൂപ തരികയാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഇങ്ങനെ സാക്ഷി നിന്ന് കൊടുക്കപ്പെടുന്നതാണ് എന്ന് ബോർഡ് വെച്ചില്ലെങ്കിലും അങ്ങനെ സാക്ഷി പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർ മാത്രമാണ് അള്ളാഹു പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വരിക. ഒരുപക്ഷെ അങ്ങനെയുള്ള പുരോഹിതന്മാരും വ്യാജവാദികളൊക്കെ ചിലപ്പോൾ രംഗത്ത് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞേക്കും എന്നുള്ളതാണ്. അങ്ങനെ അവര് സാക്ഷി പറയുമ്പോൾ താങ്കൾ ഒരിക്കലും അതിന് സാക്ഷിയാകരുത്. വലാ തത്തബിഅ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് വലാ തത്തബിഅ, നീ ഒരിക്കലും പിൻപറ്റരുത്. ഇത്തബഅ യത്തബിഉ, പിൻപറ്റി. അഹ്വാ, ഇച്ഛകളെ, മോഹങ്ങളെ. ഹവ എന്നതിൻ്റെ ബഹുവചനാണല്ലോ അഹ്വ. അതിനാൽ ഇച്ഛകളെ, മോഹങ്ങളെ താങ്കൾ പിൻപറ്റരുത്. അല്ലദീന കദ്ദബൂ ബി ആയാത്തിന, നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മോഹങ്ങളെ താങ്കൾ പിൻപറ്റരുത്. വല്ലദീന ലാ യുഅ്മിനൂൻ, അതേപോലെ തന്നെ വിശ്വസിക്കാത്തവരുടെ, സത്യവിശ്വാസം സ്വീകരിക്കാതെ അവിശ്വാസം സ്വീകരിച്ചവരുടെ ഊഹങ്ങളെ, മോഹങ്ങളെ താങ്കൾ പിൻപറ്റരുത്. വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തെ വിശ്വസിക്കാത്ത ആൾക്കാരെയും പിൻപറ്റരുത്. വഹും, അവര് ബി റബ്ബിഹിം, അവരുടെ റബ്ബിന് യഅദിലൂൻ, മറ്റുള്ളവരെ തുല്യരാക്കുന്നവരാണ്. അദല യഅദിലു എന്ന വാക്കിന് നീതി പാലിച്ചു എന്നർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് നൽകുന്ന അതേ പരിഗണന അള്ളാഹു അല്ലാത്ത വ്യാജ ദൈവ സങ്കല്പങ്ങൾക്കും നൽകുക എന്നതാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കരുത് എന്നാണ് ഇവിടെ ഉദ്ദേശം, അല്ലാതെ നീതി പാലിക്കരുത് എന്നല്ല. വഹും ബി റബ്ബിഹിം യഅദിലൂൻ, അവരുടെ റബ്ബ് ഏകനായ റബ്ബാണ്. ആ റബ്ബിന് അവര് തുല്യന്മാരെ സങ്കല്പിക്കുന്നു. അതിനാൽ താങ്കൾ ഒരിക്കലും അവർക്ക് പിന്തുണ നൽകരുത് എന്നാണ് പറഞ്ഞത്. ഇതിൽ വലിയ കുറെ ആശയങ്ങളുണ്ട്, അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അസത്യത്തിന്റെ ആളുകൾ ഇങ്ങനെ പലതും വിളിച്ചു പറയും. നമ്മൾ ഇന്ന് യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സൈബർ പോരാളികളാണ്, അല്ലേ? ഇസ്ലാമിനെതിരിൽ ഉറഞ്ഞു തുള്ളാൻ എത്ര സംഘങ്ങളാണ്, ആൾക്കൂട്ടങ്ങളാണ്. അങ്ങനെ പലരും ഉറഞ്ഞു തുള്ളുമ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് പരസ്പരം ഷെയർ ചെയ്യാം. ശരിക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റണം. അതൊരു ജിഹാദാണ്. ജിഹാദ് പല തരത്തിലുണ്ടല്ലോ, ആയുധം കൊണ്ട് മാത്രമല്ല. അടിസ്ഥാനപരമായ ജിഹാദ് എങ്ങനെയാണ്? ആശയതലത്തിലുള്ള ജിഹാദാണ്. ഖുർആനിനെ കുറിച്ച് പറഞ്ഞില്ലേ, ജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഇതുകൊണ്ട്, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യൂ. ആശയതലത്തിലുള്ള ജിഹാദ്. പുതിയ കാലത്ത് അങ്ങനെയാണ്, സൈബർ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇസ്ലാമിനെ പല വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ പഠിക്കണം, ഖുർആൻ പഠിക്കണം, പ്രവാചക ജീവിതം പഠിക്കണം. എന്നിട്ട് അതിനെ ആശയതലത്തിൽ പ്രതിരോധിക്കണം. വെറുതെ കളിയാക്കുന്നതിലൊന്നും അർത്ഥമില്ല. ആശയതലത്തിൽ പ്രതിരോധിക്കാനുള്ള ശേഷി നേടണം. എങ്കിൽ നമുക്കും ഈ ചോദ്യം ചോദിക്കാം, ഹലുമ്മ ശുഹദാഅക്കും, നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കൂ. അല്ലദീന യഷ്ഹദൂന അന്നല്ലാഹ ഹറമ ഹാദ, അല്ലാഹു തആല ഇന്ന കാര്യം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നതിന് പ്രമാണബദ്ധമായ തെളിവുകളുമായിട്ട് വരൂ. അങ്ങനെ കൃത്യമായിട്ടുള്ള റൈറ്റപ്പുമായിട്ട് വരണം എന്നാ പറഞ്ഞത്. ഫഇൻ ഷഹീദു, ഇനി അവർ സാക്ഷി പറയുകയാണെങ്കിൽ ഫലാ തശ്ഹദു മഅഹും, താങ്കൾ അവരുടെ കൂടെ സാക്ഷിയാകരുത്. എന്താ കാരണം? അതെന്താ? ഒരാൾ സത്യം പറയുമ്പോൾ അംഗീകരിച്ചൂടെ? അപ്പൊ നിങ്ങൾ പിന്മാറിക്കളയാണോ വേണ്ടത് എന്ന് ചോദിക്കാം. ഇങ്ങനെ അള്ളാഹു പറയാൻ എന്താ കാരണം എന്നറിയോ? ഒരാൾക്കും അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരില് മറ്റൊരു നിയമം കൊണ്ടുവന്നിട്ട് അത് ദൈവികമാണ് എന്ന് സ്ഥാപിക്കാൻ സാധ്യമല്ല. അതാണ് കാരണം. അതാണ് ഏറ്റവും ഉത്തമം എന്ന് ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. ഇതാർക്കറിയാം? അള്ളാഹുവിനറിയാം. അള്ളാഹുവിനറിയണമല്ലോ. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആർക്കും ഈ സത്യത്തിനെതിരില്
ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ കൃത്രിമമായി പടച്ചുണ്ടാക്കിയിട്ട് ഇത് അള്ളാഹു പറഞ്ഞതാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർ വ്യാജന്മാരായിരിക്കും എന്നുള്ളതാണ്. ഫഇൻ ഷഹിദു ഫലാ തശ്ഹദു മഅഹും. അതിനാൽ താങ്കൾ അവർക്ക് സാക്ഷിയായി നിൽക്കരുത്, അവരുടെ കൂടെ തന്നെ നിൽക്കേണ്ടതില്ല. അങ്ങനെ നിന്നാലോ ആ റസൂലിനെ അവിടെ കണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താ നമുക്കും പറ്റില്ലേ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും എന്നാണ്. അപ്പൊ അതിനാൽ സൂക്ഷിക്കാം. ഖുർആനില് ഈ ശൈലിയും പലയിടങ്ങളിലും വരുന്നത് കാണാം. അപ്പൊ അസത്യത്തിന്റെ ആൾക്കാരിങ്ങനെ കൂടിയിരുന്ന് സത്യത്തിനെതിരിൽ പലതും വിളിച്ചു പറയുമ്പോൾ അത്തരം സദസ്സുകളിൽ താങ്കൾ ചെന്നിരിക്കരുത്. ഹത്താ യഖൂലു ഫി ഹദീസിൻ ഗൈറ. അവർ അതല്ലാത്ത വേറെ വർത്തമാനം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. സത്യത്തിനെതിരിൽ വിളിച്ചു പറയുമ്പോൾ അവിടെ ചെന്നിരിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളും മൗനമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അവര് സത്യം പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കാതെ പിറകോട്ട് പോകണം എന്നല്ല. വലാ തത്തബിഅ അഹ്വാ അല്ലദീന കദ്ദബൂ ബി ആയാത്തിന. അതിനാൽ ഇങ്ങനെ നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ തള്ളിപ്പറയുന്നവരുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ താങ്കൾ പിൻപറ്റരുത്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇസ്ലാമിനെതിരെ പലരും പഠിച്ചുണ്ടാക്കുന്ന വീഡിയോസ് ആരാണ് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്? അവർക്ക് റേറ്റിംഗ് കൂട്ടി കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയായിരിക്കും. കണ്ടോ, അയാൾ പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെയാണ് അത് പ്രചരിപ്പിക്കുന്നത് പരമാവധി. അങ്ങനെയാണ് ഇസ്ലാമിനെതിരിലുള്ള ആളുകള് വല്ലാത്ത ഫേമസ് ആയിട്ട് മാറുന്നതൊക്കെ അങ്ങനെയാണ്. നമ്മളങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് അയാൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്താ നമ്മൾ ഏറ്റെടുക്കാൻ കാരണം? നമ്മുടെ ആദർശത്തെക്കുറിച്ച് നമുക്ക് തന്നെ വേണ്ടത്ര ആത്മവിശ്വാസം ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മളും ഇത് സംശയത്തിൽ അകപ്പെട്ട് അയാൾ പറഞ്ഞതിൽ കാര്യമില്ലേ എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നത്. അത് വലിയ അബദ്ധമായിരിക്കും എന്ന് ഇവിടെ മനസ്സിലാക്കാം. വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ഇവര് സത്യത്തെ കളവാക്കുന്നവരാണ്, പരലോക വിശ്വാസമില്ലാത്തവരാണ്. അത് പറയാൻ എന്താ കാരണം? കള്ളം വിളിച്ചു പറഞ്ഞാലേ നാളെ പരലോകത്ത് ഒരു വിചാരണയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കില്ല. അതുകൊണ്ട് അവരെന്തും വിളിച്ചു പറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തും പറയാലോ, വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി വിളിച്ചു പറയാൻ തുടങ്ങും. അതിനാൽ ആ ആൾക്കൂട്ടത്തിന്റെ കൂടെ ചെന്ന് നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. വഹും ബി റബ്ബിഹിം യഅദിലൂൻ. അവരുടെ നാഥന് മറ്റുള്ളവരെ തുല്യരാക്കുന്ന ആൾക്കാരാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ചേർത്ത് പറയുകയാണ്. ഇനി 151 സൂക്തമാണ്. വളരെ ശ്രദ്ധേയമായ 2 ആയത്തുകളാണ് ഇനി വരാൻ പോകുന്നത്. 151 152. അള്ളാഹുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ. ഇവരിങ്ങനെ വികലമായ വിശ്വാസ സങ്കല്പങ്ങൾ കൊണ്ടു നടക്കുന്നു. പുരോഹിതന്മാരുടെ മതത്തിന് വഴിപ്പെടുന്നു. സ്വന്തം മക്കളെ കൊന്നുകളയാനും സ്വന്തം സമ്പത്ത് ദൈവമാർഗത്തിലല്ലാതെ ചെലവഴിക്കാനും ഇങ്ങനെ പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നുപെടാൻ. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ആവണോ ഒരു മനുഷ്യൻ? മതവും വിശ്വാസവും എന്നൊക്കെ പറഞ്ഞാല് മനുഷ്യനെ കൂടുതൽ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനാണ്, അല്ലാതെ ഒരാളിൽ പല കൃത്രിമ ചിന്തകളും തെറ്റായ വാദങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് യുക്തിവാദികൾ ഇന്ന് മതം മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതാണ്, ചൂഷണ വ്യവസ്ഥയാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് പുരോഹിതന്മാർ അതിനെ ചൂഷണ വ്യവസ്ഥയാക്കി മാറ്റാൻ, ഭക്തജനങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെക്കൂ. നിങ്ങൾ യഥാർത്ഥത്തില് ശുദ്ധ പ്രകൃതിയുടെ, ഈ ശുദ്ധവായു പോലെ ശുദ്ധ പ്രകൃതിയുടെ നിയമവ്യവസ്ഥയായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കൂ എന്നുള്ള പ്രേരണകളാണ് 151 152 സൂക്തങ്ങളിൽ വരുന്നത്. 151 സൂക്തം പാരായണം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ ولا تقتلوا أولادكم من إملاق نحن نرزقكم
നഹ്നു നർസുഖുകും വഇയ്യാഹും വലാ തഖറബുൽ ഫവാഹിഷ് ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. അള്ളാഹുവിൻ്റെ വസിയത്തുകളാണ് ഈ രണ്ട് സൂക്തങ്ങളിലായിട്ട് 10 വസിയത്തുകൾ അള്ളാഹു താല നമുക്ക് നൽകുന്നുണ്ട്. ഇവ ഓരോന്നും പഠിക്കണം. എല്ലാം ആഴമേറിയ ആശയങ്ങളാണ്, ജീവിതത്തിൽ നടപ്പിൽ വരുത്തേണ്ടതാണ്. എന്നിട്ട് മറ്റ് സങ്കല്പങ്ങളുമായിട്ട്, മറ്റ് ആദർശങ്ങളുമായിട്ട്, ജീവിത വ്യവസ്ഥകളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖുൽ, പ്രവാചക, അവരോട് പറയും, തആലൗ, തആലൗ, നിങ്ങൾ വരുവിൻ. നേരത്തെ ഹലുമ്മ പറഞ്ഞില്ലേ, അതിൻ്റെ മറ്റൊരു ശൈലിയാണ് തആലൗ. തആൽ എന്ന് പറയുമ്പോൾ വരൂ എന്ന അറബിയിലുള്ള ഒരു വിളിയുടെ രീതിയാണ്. തആലൗ, നിങ്ങൾ വരുവിൻ. ഉത്സ്ലു മാ ഹറമ റബ്ബുക്കും. തലായത്സ്ലു, തലായത്സ്ലു വായിച്ചു, ഓതി കേൾപ്പിച്ചു എന്നൊക്കെയാണ്. ഇവിടെ ഉത്ലു അല്ല, അത്ലുവാണ്. തല യത്സ്ലു അത്ലു എന്നാണ്. അത്ലു, ഞാൻ ഓതിത്തരാം. തിലാവ എന്ന വാക്കാണ് അതിൻ്റെ അടിത്തറ. തിലാവ എന്നത് പാരായണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, എന്നാൽ പിൻപറ്റുക എന്നാണ് ശരിക്കും അതിൻ്റെ ആശയം. നേരത്തെ പലപ്പോഴും നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടാവും. പിൻപറ്റുക എന്നാണ്. സൂര്യനെ പിന്തുടരുന്ന ചന്ദ്രൻ, വൽ ഖമരി ഇദാ തലാഹ എന്നുണ്ടല്ലോ. വൽ ഖമരി ഇദാ തലാഹ, സൂറത്തു ഷംസിലാണ് ആ പ്രയോഗം വന്നിട്ടുള്ളത്. അപ്പോൾ ഉത്സ്ലു എന്ന് പറയുമ്പോൾ നീ പാരായണം ചെയ്യുക എന്ന കൽപ്പനയാണ്. ഇവിടെ അത്ലുവാണ്. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് വിരോധിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിക്കാം എന്ന് പറയാണ്. എന്ന് അവരോട് പറയൂ എന്ന് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടാൻ. അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിരോധിച്ചത് അഥവാ നിങ്ങൾക്കുമേൽ ചുമത്തിയ നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അതിൽ ഒന്നാമത്തെ എന്താണ്? എന്തെന്നാൽ ലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ പങ്കു ചേർക്കരുത്. ലാ തുശ്രികൂ, നിങ്ങൾ പങ്കു ചേർക്കരുത്. ബിഹി, അവനില്, ഷൈഅൻ, യാതൊന്നും പങ്കു ചേർക്കരുത്. യാതൊന്നിനെയും അവന്റെ പങ്കാളിയാക്കരുത്. അതാണ് ഒന്നാമത്തെ നിബന്ധന. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. രണ്ടാമത്തേത് നോക്കാം. വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈൻ, മാതാപിതാക്കളോട്, ഇഹ്സാന, നല്ല നിലയിൽ വർത്തിക്കണം, നന്മ പ്രവർത്തിക്കണം എന്നതാണ്. മൂന്നാമത്തേത് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്. വലാ തഖ്തുലു, നിങ്ങൾ കൊന്നുകളയരുത്, ഔലാദക്കും, നിങ്ങളുടെ മക്കളെ, വലത് സന്താനം, ഔലാദ് സന്തതികൾ, മിൻ ഇംലാഖ്, പട്ടിണി ഭയന്ന്, ദാരിദ്ര്യ ഭയത്താൽ കൊന്നുകളയരുത് എന്നതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമത്തെ എന്താണ്? നാലാമത്തേത് അതിൻ്റെ തന്നെ ഒരു വിശദീകരണമായിട്ട് പറയാണ്, നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും. നഹ്നു, നാമാണ്, നർസുഖു, റിസ്ഖ് നൽകുന്നത്, ക്കും, നിങ്ങൾക്ക്, വ ഇയ്യാഹും, അവർക്കും റിസ്ഖ് നൽകുന്നത് നാമാണ്. നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നത് നാമാകുന്നു എന്നതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ്. നാലാമത്തേത്, അടുത്ത വിഷയം എന്താണ്? വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹ വമാ ബത്തൻ എന്നതാണ്. വലാ തഖ്റബു, നിങ്ങൾ അടുക്കരുത്, അൽ ഫവാഹിഷ്, ഫാഹിഷത്തിലേക്ക്, നീചവൃത്തികളോട് നിങ്ങൾ അടുക്കരുത്. മാ ലഹറ മിൻഹ, അതിൽ നിന്ന് പരസ്യമായതിനോട് അടുക്കരുത്. വമാ ബത്തന, പരോക്ഷമായതിനോടും അടുക്കരുത്.
രഹസ്യമായതോ പരസ്യമായതോ ആയ തിന്മകളിലേക്ക് അടുക്കരുത് എന്നാ പറഞ്ഞത്. അടുത്തത് വലാ തഖ്തുലു നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വലാ തഖ്തുലു, നിങ്ങൾ വധിക്കരുത്, അൻ നഫ്സ, ഒരു നഫ്സിനെയും, അല്ലത്തി, അത്, ഹറമല്ലാഹ്, അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു, അങ്ങനെയുള്ള നഫ്സിനെ നിങ്ങൾ വധിക്കരുത്. അള്ളാഹു പവിത്രമാക്കിയ എന്നും ആശയം പറയാം. ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ വധിക്കരുത്. ഒരു മനുഷ്യനെയും കൊല്ലരുത് എന്നർത്ഥം. ദാലിക്കും, അതത്രേ, ഈ കാര്യങ്ങളാണ്, വസ്സാക്കും, വസിയത്ത് നൽകുന്നത്, ഉപദേശിക്കുന്നത്, കും, നിങ്ങളെ, ബിഹി, അവൻ, ഇതുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കുകയാണ്, ലഅല്ലക്കും, നിങ്ങൾ ആകാൻ വേണ്ടിയാണ്, തഅഖിലൂൻ, അഖല യഅഖിലു, ഗ്രഹിച്ചു, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. 5 അല്ലെങ്കിൽ 6 കാര്യങ്ങൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാണ് ഓരോ ആശയങ്ങളും. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. ഇങ്ങനെയാണ് ആമുഖം. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം എന്ന് അവരോട് പറയും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? അവര് സ്വയം പലതും നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഈ ശൈലിയിൽ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ സ്വയം നിയമം നിർമ്മിച്ച് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക അവര്. അപ്പൊ അതല്ല യഥാർത്ഥ നിയമം. അള്ളാഹു തആല നിഷിദ്ധമാക്കിയ സാമൂഹികമായ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. അതിൽ ഒന്നാമത്തത് വിശ്വാസപരമാണ്. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ ഒന്നിനെയും അവനോട് പങ്കു ചേർക്കരുത്. വിശ്വാസ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം, അല്ലെ? ഖുർആനിൽ ഈ ശൈലി പലയിടങ്ങളിൽ വരുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ, സൂറത്തുൽ ഇസ്രായില്. ഇതേപോലെ കുറേ കൽപ്പനകൾ വരുമ്പോൾ ആമുഖമായി പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഇവിടെ അതിന്റെ മറുവശമാണ് പറയുന്നത്. അവിടെ പറഞ്ഞത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാവൂ എന്നാണ്. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ എല്ലാം വെടിയണം. അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് അവസാനിപ്പിക്കണം. അല്ലാ തുശ്രികു ബിഹി ഷൈഅ, അള്ളാഹു അല്ലാത്തവരെ ഒരു കാര്യത്തിലും ഒരു വിധത്തിലും നിങ്ങൾ പങ്കാളിയാക്കരുത്. തൗഹീദിന്റെ, ഏകദൈവത്വത്തിന്റെ വിശുദ്ധമായ തലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ മുസ്ലിം സമൂഹം ശ്രദ്ധിക്കണം, എന്തെങ്കിലും കലർപ്പ് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരെ ഇടയാളന്മാരാക്കിയിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലെ ചർച്ചകൾ. എന്തിനല്ലേ നമ്മൾ അങ്ങനെ വഴിവിട്ട് പോകുന്നത്? എന്താ അതുകൊണ്ട് കുഴപ്പം എന്നാണ് ആളുകൾ ചോദിക്കുക. കുഴപ്പമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഏകത്വം, അവനാണ് സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നതെങ്കിൽ അവന്റെ കൽപ്പനയാണല്ലോ നമ്മൾ നടപ്പാക്കേണ്ടത്. അത് വളരെ സിമ്പിൾ ലോജിക്കാണ്. എന്നിട്ട് ആ അള്ളാഹുവോട് ചേർത്ത് മറ്റു പലരെയും പറയാം, അവരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ചെയ്യണം? വേണ്ടതില്ലല്ലോ. ഈ അടുത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വിവാദമുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് പറയാണ്, ഞാൻ ഏകനായ ദൈവത്തെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടേണ്ട കാര്യമില്ല എന്നതല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം. മറ്റെന്തോ കാര്യം പറയുമ്പോൾ ചേർത്ത് പറഞ്ഞാണ്. അപ്പൊ ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന, ഏറ്റവും ഭൂരിപക്ഷമുള്ള, അവർക്ക് നേതൃത്വം നൽകുന്ന സംഘടനക്കാര് അതിനെതിരെ നോട്ടീസ് ഇറക്കി. എന്നിട്ട് ആ പറഞ്ഞ നേതാവിനെതിരിൽ നടപടിയെടുക്കണം എന്ന് പറയാണ്. കാരണം അത് ഞങ്ങളുടെ സമസ്തയുടെ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിനെതിരാണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അവരുടെ വിശ്വാസം? അവരെന്നെ പറയാണ്, വലിയൊരു ചർച്ചയായ വിഷയമാണ്. മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കലും അവരെ ഇടയാളന്മാരാക്കലും അതൊക്കെ അനുവദനീയമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനെതിരിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ നേതാവിനെതിരിൽ നടപടിയെടുക്കണം എന്ന് മുസ്ലിം സമൂഹത്തിലെ തന്നെ ഒരു സംഘം പറയാണ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെയൊക്കെ ആവേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാ തുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത നിലപാട് സ്വീകരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പലതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുന്നത്.
അല്ലേ? പല കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടി വരുന്നത് അള്ളാഹു പഠിപ്പിച്ചതാണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണോ എന്നൊക്കെ കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനാൽ അല്ലാ തുശ്രികു ബിഹി ഷൈഅ എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം നമ്മൾ ഓർക്കണം. ഉഅ്ബുദുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന അടിസ്ഥാന ആശയമാണ് ഇതിൻ്റെയൊക്കെ ബേസായിട്ട് നമ്മിൽ ഉണ്ടാവേണ്ടത്. എന്നിട്ട് അതിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. രണ്ടാമത് പറയുന്നത്, ഇനി പറയാൻ പോകുന്ന എല്ലാ നിയമങ്ങളും അതിലേക്ക് ചേർക്കണം. എന്താണ് രണ്ടാമത്തെ കൽപ്പന? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്നതാണ്. എന്നെ പെറ്റുപോലെയാണ്, അതുകൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കും. ഇതല്ല, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നിന്നോട്, നീ അത് പാലിച്ചേ പറ്റൂ. പാലിച്ചാൽ നിനക്കും സ്വർഗമുണ്ട്, പാലിച്ചില്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. അള്ളാഹുവോട് ബന്ധിക്കാൻ. നമ്മളിപ്പോ മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിലൊക്കെ വലിയ ബേജാറുള്ളവരായിരിക്കുന്നു. പ്രായമാകും, എന്ത് ചെയ്യും, വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയാലോ എന്നൊക്കെ ആലോചിക്കുന്ന കാലമാണ്. മാതാപിതാക്കളും അസ്വസ്ഥർ, തങ്ങളെ കൊണ്ട് മക്കള് ബുദ്ധിമുട്ടോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഭാരമായിട്ട് മാറുമോ എന്ന പേടി അവരുടെ അകത്തും വല്ലാതെ ഉണ്ട്. അപ്പൊ അള്ളാഹു കൽപ്പിച്ച് നമസ്കരിക്കാൻ കൽപ്പിച്ച അതേ അള്ളാഹു അവരെ സംരക്ഷിക്കുവാൻ, അവരോട് നന്മയിൽ വർത്തിക്കാൻ കൽപ്പിച്ചു. നേരത്തെ പല സമയം അവർ തൃപ്തിപ്പെടും, അവർക്ക് സന്തോഷമുള്ള രൂപത്തിൽ അവരോട് നന്മയിൽ വർത്തിക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹു കഴിഞ്ഞാൽ നേരെ മാതാപിതാക്കളിലേക്കാണ് വന്നത്, അല്ലെ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകള് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് അങ്ങേയറ്റം നന്മയിൽ വർത്തിക്കണം, ചേർത്ത് പറയണം. അപ്പൊ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് ഒരാൾക്ക് വിശ്വാസിയാകാനോ അള്ളാഹുവായിട്ട് അടുക്കാനോ സാധ്യമല്ല എന്ന അടിസ്ഥാനമാണ് പറഞ്ഞത്. മൂന്നാമത്തേതും കുടുംബമായിട്ട് ബന്ധപ്പെട്ടാണ്. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്, മിൻ ഇംലാഖ്, പട്ടിണി ഭയന്നിട്ട്. നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ശിർക്കിന്റെ ആൾക്കാര് മക്കളെ കൊല്ലുന്നതിനെ കുറിച്ച് അവർ പല ഭാഗ്യങ്ങൾ ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മന്ത്രവാദികളും മറ്റും പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ നരഹത്യ, ശിശുഹത്യ ഒക്കെ നടത്താൻ. അതേപോലെ മനുഷ്യനെ കൊന്നുകളയെന്ന് പറയുന്നത്, മക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നടക്കോ? അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അതാണ് ഭ്രൂണഹത്യ, അബോർഷൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അബോർട്ട് ചെയ്യാൻ പാടില്ല, മക്കൾ കൂടിയാൽ എങ്ങനെ നോക്കും? അങ്ങനെയല്ല, അള്ളാഹു ആണ് നമുക്ക് വിഭവങ്ങൾ നൽകുന്നത്. അതിവിടെ ചേർത്ത് പറയുന്നുണ്ട്. നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും അന്നം നൽകുന്നത് നാമാണ്. അതിനാൽ അതിനെ ഓർത്ത് ബേജാറാവേണ്ടതില്ല. അവരാരാണ് അവർക്ക് റേഷൻ കൊടുക്കുക? ഞാൻ അധ്വാനിച്ചിട്ട് വേണ്ട എല്ലാവരെയും വളർത്താൻ. ഒരു ഘട്ടത്തെ കുറിച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷെ മക്കൾ അധികം ഉണ്ടെങ്കിൽ അവരാണ് പിന്നെ ആ നാട് ഭരിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കാണുക? അങ്ങനെയാണ്, 10ഉം 12ഒക്കെ മക്കൾ ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിലായിരിക്കും പിന്നെ നാട് എന്ന് പറയും പോലെ അത് വലിയ നിഅമത്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ചേർത്ത് പറയാൻ. ഇപ്പൊ 2ഉം 3ഉം കാര്യങ്ങൾ കുടുംബത്തോട് ചേർത്താ പറഞ്ഞിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയുന്നു, വലാ തഖ്റബു, നിങ്ങൾ അടുക്കരുത്, അൽ ഫവാഹിഷ്, മ്ലേച്ഛ വൃത്തികളിലേക്ക് അടുക്കരുത്, മാ ലഹറ മിൻഹ വമാ ബത്തൻ, അത് പ്രകടമായതായാലും ഇനി ഒളിഞ്ഞിരിക്കുന്നതായാലും നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള തിന്മകളിലേക്ക് അടുക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായിട്ട് ഉണർത്താൻ. ഫാഹിഷത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നേരത്തെ 120-ാമത്തെ സൂക്തത്തില് വദറു ലാഹിറൽ ഇസ്മി വ ബാത്തിന എന്ന് വന്നിരുന്നു. ലാഹിറൽ ഇസ്മി വ ബാത്തിന, പ്രത്യക്ഷ തിന്മകളും പരോക്ഷ തിന്മകളും. ഫാഹിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. മറ്റുള്ളവർ കേട്ടാൽ അറപ്പ് തോന്നുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക, അനാശാസ്യ നടപടികളിൽ നിന്ന് വിട്ടു നിൽക്കുക,
വ്യഭിചാരമാണ്, അതിനോടനുബന്ധമായ കാര്യങ്ങളാണ് അത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ഈ ഫാഹിഷത്തിലെ മാ ലഹറ പ്രത്യക്ഷത്തിലുള്ളതുണ്ട്, പരോക്ഷമായതുണ്ട്. പരസ്യമായത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉണ്ടല്ലോ, ആ നിലയ്ക്ക് വേശ്യാവൃത്തി നിയമപരമായിട്ട് അനുവദനീയമാക്കപ്പെടുന്നു. ഹോട്ടലുകളിലും മറ്റ് സദസ്സുകളിലൊക്കെ ആ നിലയിലുള്ള സദസ്സുകൾ ഒരുമിച്ച് കൂടി പ്രകടമായിട്ട് പരിപാടികൾ നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളത് ലഹറയിൽ വരും. ഒമാ ബത്തന എന്ന് പറയുമ്പോൾ രഹസ്യമായിട്ടുള്ള വേഴ്ചകള്, പരസ്ത്രീ ഗമനങ്ങൾ എന്ന രൂപത്തിൽ അതിനെക്കുറിച്ച് പറയാം എന്നുള്ളതാണ്. അതേ സമയത്ത് അതല്ലാത്ത രൂപത്തിലും പലതരത്തിലുള്ള തിന്മകൾ നടക്കുന്നു. പ്രകടമായിട്ട് ഒരാൾ മദ്യപിക്കുന്നു രഹസ്യമായിട്ട്, അതേസമയത്ത് ബാറിൽ പോയിട്ട് മദ്യപിക്കുന്നു. അപ്പൊ രണ്ടും എന്താണ്, ഒരുപോലെ കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ മനസ്സിൽ തിന്മ കൊണ്ട് നടക്കുക, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സിൽ ഇങ്ങനെ തെറ്റായ ചിന്തകളെ കൊണ്ട് നടക്കുക, അത് ശരിയാണോ? അതും ശരിയല്ല. ആ നിലയിലൊക്കെയുള്ള എല്ലാ തെറ്റായ കാഴ്ചപ്പാടുകളും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനാൽ ജീവിത വിശുദ്ധി കൈവരിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. തുടർന്ന് പറയുന്നത് വലാ തഖ്തുലു നഫ്സ അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. വലാ തഖ്തുലു, നിങ്ങൾ കൊന്നു കളയരുത്, അന്നഫ്സ്, ഒരു ജീവനെ ഹനിക്കരുത്, അതുപോലെ ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കരുത്, അല്ലത്തി, ആ നഫ്സല്ലോ, ഹറമല്ലാ, അല്ലാഹു തആല പരിപാവനമാക്കിയതാണ്, ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ ഒരാളെയും കൊല്ലരുത് എന്ന് പറയുമ്പോൾ ന്യായമുണ്ടെങ്കിൽ കൊല്ലാം എന്ന് വരുന്നു. അപ്പൊ യുദ്ധവേളയിൽ ഒരു കൂട്ടര് സത്യത്തിനെതിരെ യുദ്ധത്തിന് വരുമ്പോൾ അവരെ പ്രതിരോധിക്കേണ്ടി വരും, അങ്ങനെ ഒരു കൊല്ലപ്പെട്ടേക്കാം. അന്നഫ്സ ബിൻ നഫ്സ് അല്ലെ, ഒരാൾ അന്യായമായിട്ട് മറ്റൊരാളെ കൊന്നാല് അതിനുള്ള പ്രതിക്രിയ എന്ന നിലയ്ക്ക് നിയമ നടപടികൾ സ്വീകരിച്ച് പകരം അയാളെ വധിക്കേണ്ടി വരാം. അതൊക്കെ ന്യായമാണ്. അക്രമകാരികളെ അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തിലൊക്കെ ചെയ്യാം. അതേസമയത്ത് അങ്ങനെ അല്ലാതെ മനുഷ്യൻ കൊല്ലപ്പെടരുത്, അതാണ് ഇല്ലാ ബിൽ ഹഖ്, ന്യായമായിട്ടല്ലാതെ എന്ന് പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമാണ്. ഇസ്ലാമിന്റെ നീതിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹു തആല അതോട് അനുബന്ധമായി പറയാ, ദാലിക്കും, ഇത് നിങ്ങൾക്ക് വസാക്കും ബിഹി, നിങ്ങളോട് വസിയത്ത് ചെയ്യുന്ന കാര്യമാണ്, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. വസിയത്ത് എന്ന് പറയുമ്പോൾ കേവല ഉപദേശമല്ല, നടപ്പിലാക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി നടത്തുന്ന വസിയത്ത് അത് രണ്ടു തരത്തിലുണ്ടാവും അല്ലെ. മക്കളെ അടുത്ത് വിളിച്ച് ഉപദേശിക്കുകയാണ്, മക്കളെ നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഖുർആൻ പഠിക്കണം എന്ന വസിയത്ത് ചെയ്യും. പിന്നൊരു വസിയത്തുണ്ട്, എന്റെ സ്വത്തിന്റെ ഇത്ര വിഹിതം ഇന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യണം അല്ലെ. ഏത് വസിയത്താണ് നമ്മൾ സ്വീകരിക്കാം? സ്വത്തിന് കാര്യത്തിൽ അവനവന് കിട്ടുന്ന വസിയത്താണെങ്കിൽ കുഴപ്പമില്ല. മറ്റാർക്കെങ്കിലും പള്ളിക്കോ മദ്രസക്കോ കൊടുക്കണമെന്നാണെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു പക്ഷേ നമ്മൾ ആലോചിക്കും അല്ലെ. അങ്ങനെയാണ് പ്രാബല്യമുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ആരാ വസിയത്ത് ചെയ്യുന്നത്? അള്ളാഹുവാണ് വസിയത്ത് ചെയ്യുന്നത്. ദാലിക്കും വസാക്കും ബിഹി, അവൻ അള്ളാഹു നിങ്ങൾക്ക് വസിയത്തായിട്ട് നൽകുകയാണ്, ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയാണ്. അതിനാൽ വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ ഓരോന്നും വിശദമായി പഠിച്ച് ജീവിതത്തിൽ നടപ്പിൽ വരുത്തണം എന്നാണ് ഉണർത്തുന്നത്. ബാക്കി വസിയത്തുകൾ അടുത്ത സൂക്തത്തിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കൽപ്പനകളെ, വസിയത്തുകളെ യഥാവിധി സ്വീകരിച്ച് നടപ്പിൽ വരുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സൂക്തം അവസാനിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്നതുകൊണ്ടാണ്. എന്താണ് ബുദ്ധിയുള്ളവരാണെങ്കിൽ പറഞ്ഞു വെച്ചാല്, നാളെ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടും. ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത്, അതിനാവശ്യമായ ദീർഘവീക്ഷണമാണ് ഇവ നടപ്പിലാക്കൽ എന്നാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലയിൽ നല്ല വിവേചന ബോധമുള്ള
ബുദ്ധിയുള്ള ദീർഘവീക്ഷണമുള്ള മനുഷ്യരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചറിഞ്ഞ റബ്ബേ, എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ നാഥ. ണേ റബ്ബേ, പ്രയാസങ്ങളെല്ലാം എളുപ്പമാക്കണേ റബ്ബേ. ഞങ്ങളിൽ നിറഞ്ഞു പോയ മാതാപിതാക്കളും മിത്രാദികൾ എല്ലാവരെയും അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ അവശരായ പലതര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരുണ്ട്. എല്ലാവർക്കും പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഫലസ്തീൻ റബ്ബേ, അവർക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയുന്ന സകലരുടെയും കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام